ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്തി വറുത്തയുടെ റെസിപ്പി കണ്ടാലോ. ഇതെനിക്ക് ഇൻസ്റ്റയിൽ കണ്ടിട്ട് എൻ്റെ അനിയൻ ഷെയർ ചെയ്തു തന്ന റെസിപ്പിയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി, 2 കഷ്ണം ഉള്ളി, മഞ്ഞൾപ്പൊടി, 1 കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കുന്നില്ല, പകരം കുരുമുളകിൻ്റെ എരിവാണ് നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങാനീര് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ നാരങ്ങാനീരില്ലാത്തതുകൊണ്ട് ഞാൻ വിനാഗിരിയാണ് ചേർക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും പുളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ആ കോട്ടിങ് മീൻ നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് മീനിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ തന്നെ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതൊക്കെ അരപ്പൊക്കെ മീനിൽ നന്നായിട്ട് കോട്ടായി കിട്ടും. അപ്പം നമുക്ക് നന്നായിട്ട് അരപ്പ് നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് നമുക്കതിൽ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം നമുക്കിതിന് മുളക് പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കുരുമുളകിൻ്റെ ആ ഒരു എരിവാണ് നമുക്ക് ഈ റെസിപ്പിക്ക് എരിവ് നൽകുന്നത്. നമ്മളല്ലാതെ മസാലപ്പൊടിയും വേറെ ഒന്നും ചേർക്കുന്നില്ല. മസാലപ്പൊടിയിൽ അപ്പടെ പെരിഞ്ജീരകവും മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലിട്ട് വറുത്തെടുക്കുക. അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും. കോട്ടിംഗ് ഒന്നും നമുക്ക് അതിൽ നിന്ന് മീനിൽ നിന്ന് വിട്ടു പോകത്തൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പം നമുക്ക് വെളിച്ചെണ്ണ തന്നെ വറുത്താലാണ് നല്ല ടേസ്റ്റ്. ഓയിലിനേക്കാളും രുചി വെളിച്ചെണ്ണ വറുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ വറുത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.